Hello, welcome back to my channel. It's me Noora. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ജിയോഡ് ഇൻസ്പയർഡ് റെസിൻ പെയിൻറ്റിങ് ഓർ ജിയോഡ് റെസിൻ പെയിൻറ്റിങ്. അപ്പോൾ ജിയോഡ് എന്താണെന്ന് ഡൗട്ടുള്ളവർക്ക് പറഞ്ഞുതരാം. ജിയോഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ റോക്കാണ്. അതിൻ്റെ ഇന്നർ പാർട്ടാണ് അതിൻ്റെ ഭംഗി കൊടുക്കുന്നത്. ഈ റോക്ക് പുറമേ നിന്ന് കണ്ട വല്ല അട്രാക്ഷൻ തോന്നിയില്ലെങ്കിലും അതിൻ്റെ ഇന്നർ പാർട്ടാണ് അതിൻ്റെ ഭംഗി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ ഇന്നർ പാർട്ടിൽ ക്രിസ്റ്റലാൽ പൊതിഞ്ഞ ഒരു ക്യാവിറ്റി ഉണ്ട്. അതിൻ്റെ സറൗണ്ടിങ്സിൽ അതിൽ ഒത്തിരി കളേർഡ് ലൈൻസ് ഉണ്ട്. ചില ലൈൻസൊക്കെ ഗ്ലിറ്റർ എഫക്റ്റുള്ള ലൈൻസാണ്. അപ്പോൾ ഈ ജിയോഡിൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണിത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഫുൾ ട്യൂട്ടോറിയലാണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇവിടെ ഏതൊക്കെ മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നുള്ള ലിസ്റ്റ് ചെയ്തതാണിത്. ഫസ്റ്റ് ഡേ വർക്കിംഗ് സ്പേസിൽ പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടിട്ട് അതിന് മുകളിലാണ് പാനൽ വെച്ചത്. വുഡ് പാനലാണിത്. ഇത് 16-20 ഇഞ്ച് ഡയമെൻഷനുള്ള വുഡ് പാനലാണ്. ഇവിടെ വുഡ് പാനലിന് പകരം MDF ബോർഡ്, ക്യാൻവാസ്, വേറെ ഏതെങ്കിലും സർഫസൊക്കെ യൂസ് ചെയ്യാം. ക്യാൻവാസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ വുഡ് പാനലിൽ റഫായിട്ട് ഒരു ജിയോഡിൻ്റെ പിക്ചർ വരച്ചിട്ടുണ്ട്. ഒരു പെന്നോ പെൻസിലോ ഒക്കെ ആയിട്ട് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ജിയോഡ് എന്താ അറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ ഒത്തിരി പിക്ചേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ അതിലേതെങ്കിലും ഒരു പിക്ചർ സെലക്ട് ചെയ്യുക, എന്നിട്ട് റഫായിട്ട് പാനലിലേക്ക് വരച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോ പ്ലേസിലും ഓരോ കളേഴ്സ് ഉള്ളത് അക്രിലിക് പെയിൻ്റ് കൊണ്ട് ആദ്യം പെയിൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിന് പകരം ജസ്സോ ഫസ്റ്റ് ലെയറായിട്ട് കൊടുത്തിട്ട് അത് ഡ്രൈ ആയതിന് ശേഷം പാറ്റേണിൻ്റെ ഓരോ പ്ലേസിൽ അക്രിലിക് പെയിൻ്റ് കൊണ്ട് പെയിൻറ്റ് ചെയ്താലും മതി. പക്ഷേ ഇവിടെ ഞാൻ ജസ്സോ യൂസ് ചെയ്തിട്ടില്ല. പകരം ഡയറക്റ്റായിട്ട് ഓരോ പോർഷനിൽ ഏതാ കളർ എന്ന് വെച്ചാൽ അവിടെ അക്രിലിക് പെയിൻ്റ് കൊണ്ട് ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാണ് ചെയ്തത്. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാട്ടോ. റെസിൻ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗ്ലൗസ് ധരിക്കണം, അതേപോലെ റെസ്പിറേറ്ററി മാസ്ക് യൂസ് ചെയ്യണം, ആപ്രോൺ ധരിക്കണം. ഇതൊക്കെ ചെയ്തിട്ട് മാത്രമേ റെസിൻ പെയിൻറ്റിങ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഈ പെയിൻറ്റിങ് ചെയ്തിരുന്ന എൻ്റെ പ്രൈവറ്റ് വർക്ക്ഷോപ്പിൽ നിന്നാണ്. എൻ്റെ സ്റ്റുഡൻറ്റിന് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇവിടെ ഇങ്ങനെ അക്രിലിക് പെയിൻറ്റ് ചെയ്യുന്നതിന് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി റെസിന് ലാഭിക്കാൻ കഴിയും. ഇങ്ങനെ ഒരു ലെയർ അക്രിലിക് പെയിൻറ്റ് ചെയ്ത് റെസിൻ പോർ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും. ഇപ്പോൾ 2-3 ലെയർ റെസിൻ പെയിൻറ്റിങ് ചെയ്താൽ തന്നെ നല്ല എഫക്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ ഈ പെയിൻറ്റിങ്ങും ചെയ്യാതെ ഡയറക്റ്റ് പോർ ചെയ്യുകയാണെങ്കിൽ ഒരു 4 ലെയറൊക്കെ കൊടുക്കേണ്ടി വരും ഇതേ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് റെസിനെ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ലെയർ കൊടുത്തത്. വുഡ് പാനലിൻ്റെ ബാക്ക് സൈഡ് വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് 2 യോഗട്ടിൻ്റെ ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വുഡ് പാനൽ പ്ലേസ് ചെയ്തത്. എന്നിട്ട് അക്രിലിക് പെയിൻറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഹീറ്റ് ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്തത്. നമുക്ക് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, പക്ഷേ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് ഹോട്ട് എയർ പാസ് ചെയ്തിട്ട് ഇവിടെ പെട്ടെന്ന് ഡ്രൈ ആക്കിയത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ക്രാഫ്റ്റ് റെസിനാണ്. അപ്പോൾ ഡിഫറെൻറ്റ് റെസിന് ഡിഫറെൻറ്റ് റേഷ്യോ ആയിരിക്കും, മിക്സിങ് റേഷ്യോ. അപ്പോൾ ഇവിടുത്തെ റെസിന് ഹാർഡ്നർ 2:1 റേഷ്യോ ആണ്. അതായത് 200 ഗ്രാം റെസിന് എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം ഹാർഡ്നർ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് 5 to 7 മിനിറ്റ്സ് മിക്സ് ചെയ്യുക. ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് റെസിന് പോർ ചെയ്യാണ്. അപ്പോൾ ഓരോ കളേഴ്സ് എത്ര വേണ്ടതെന്നുള്ള നോക്കിയിട്ട് റെസിന് പോർ ചെയ്യുക. അപ്പോൾ ചില കളേഴ്സ് കുറേ വേണം, ചിലത് കുറച്ച് മതി. അപ്പോൾ അതിനനുസരിച്ച് റെസിൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് പിഗ്മെൻ്റ് ആഡ് ചെയ്യാണ് വേണ്ടത്. പിഗ്മെൻ്റ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെടുത്ത ഗ്ലാസിൻ്റെ റെസിൻ്റെ 6% കൂടാതെ നോക്കാം. നിങ്ങൾക്ക് ട്രാൻസ്പാരൻറ്റ് കളർ മതി എന്നുണ്ടെങ്കിൽ
6% കുറവ് യൂസ് ചെയ്യുക. എന്നാൽ ഒപ്പാക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ 6% യൂസ് ചെയ്യാം. ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള റെസിൻ പിഗ്മെൻറ്റ് പൗഡറും അതുപോലെ പേസ്റ്റുമാണ്. ലിക്വിഡ് ഫോമിലുണ്ട്, ടിൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പൗഡറും പേസ്റ്റുമാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ ഗ്രീന് എടുത്തപ്പോൾ ഞാൻ പേസ്റ്റും പിഗ്മെൻറ്റ് പൗഡറും കൂടി ഒരുമിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഗ്ലാസ്സിൽ തന്നെ ഒരു കളേഴ്സ് തന്നെ ഡിഫറെൻറ്റ് പേസ്റ്റ്, ലിക്വിഡ് ഫോമുള്ളത് അതുപോലെ പൗഡറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ 6% കൂടാതെ നോക്കട്ടോ. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള റെസിൻ്റെ വർക്കിംഗ് ടൈം 20 minutes ആണ്. വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ റെസിനും ഹാർഡനറും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈമാണ്. ആ ടൈമിൻ്റെ ഉള്ളിൽ നമ്മൾ പോർ ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് വർക്കിംഗ് ടൈം. അപ്പോൾ 20 minutes വർക്കിംഗ് ടൈമുള്ള റെസിനെല്ലാം 20 minutes ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലോ നമ്മളത് ആ റെസിന് യൂസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് ക്യൂർ ആവും. പിന്നെ നമുക്ക് പോർ ചെയ്യാനൊന്നും കഴിയില്ല, ഹാർഡായിരിക്കും. അപ്പോൾ ചില റെസിന് 45 minutes വർക്കിംഗ് ടൈം ഉള്ളതുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത് വർക്കിംഗ് ടൈം 45 minutes ഉള്ളതാണ്. അപ്പോൾ റെസിന് പോർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ പാനലിൻ്റെ സൈഡൊക്കെ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക. ടേപ്പ് യൂസ് ചെയ്യുമ്പോൾ ടേപ്പ് ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡിലൂടെ ലീക്ക് ആവാതിരിക്കാനാണ്. ഈ ടേപ്പ് ഒട്ടിക്കുന്നതിന് ഉദ്ദേശം നമ്മൾ സൈഡും ബാക്ക് സൈഡും ഒന്ന് വൃത്തികേടാവാതിരിക്കാനാണ്. അപ്പോൾ ഇവിടെ ക്രിസ്റ്റൽ കൊടുക്കേണ്ട പ്ലേസിൽ തിന്നായിട്ടുള്ള ക്ലിയർ റെസിന് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് ക്രഷ്ഡ് ഗ്ലാസും ക്രിസ്റ്റൽസൊക്കെ വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തത് ഫേക്കായിട്ടുള്ള ക്രിസ്റ്റലാണ്. അതായത് റെസിന് മോൾഡിൽ പോർ ചെയ്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ക്രിസ്റ്റൽസാണ്. അതുപോലെ ക്രഷ്ഡ് ഗ്ലാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സൈഡിൽ എവിടെയൊക്കെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ക്ലിയർ കോട്ട് റെസിന് കൊടുത്തിട്ട് അതൊക്കെ അവിടെ പുട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഏതൊക്കെ പ്ലേസിലാണ് നമ്മളുടെ കളേർഡ് റെസിന് പോർ ചെയ്യേണ്ടത് അവിടെയൊക്കെ പോർ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഡേയാണിത്. 24 hours കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരുവിധം ക്യൂറായുണ്ട് നമ്മൾ ഫസ്റ്റ് ലെയർ. ഇനി ലൈൻസ് കൊടുക്കുന്ന ടൈമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൽക്കഹോൾ ഇങ്കും പിഗ്മെൻറ്റ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ബ്രഷ് കൊണ്ട് ഒരു ലൈന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്റ്റലിൻ്റെ സൈഡിലായിട്ട് ഒരു ഗോൾഡ് ലീഫ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അഡസീവ് പെന്ന് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അത് കുറച്ച് ഒരു 2-3 minutes വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഗോൾഡ് ലീഫ് അപ്ലൈ ചെയ്യണത്. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്.
അത് പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ എക്സസ് ആയിട്ട് വരുന്ന ഗോൾഡ് ലീഫൊക്കെ ബ്രഷ് കൊണ്ട് ഒഴിവാക്കി കളയാണ് ചെയ്യുന്നത്. ഇവിടെ ക്രിസ്റ്റൽ പോയിൻ്റ് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കുറച്ച് പെർമനൻറ്റ് മാർക്കേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ലൈൻസ് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർക്ക് ഏരിയയിൽ വെറ്റില്ലാത്തതും അതുപോലെ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. പൊടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യൂർ ആയാൽ റെസിന് ഭയങ്കര റഫായിരിക്കും. അതുപോലെ വെറ്റ ഉണ്ടായാൽ അവിടെ വീക്ക് പോയിൻ്റ് വരും. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഗ്ലിറ്റർ ആഡ് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ അതിന് ഒരു ഗ്ലാസ്സിലേക്ക് ഗ്ലിറ്റർ ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് റെസിൻ ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള കൺസിസ്റ്റൻസി വരുത്തുക. ഇവിടെ ഗ്രീന് ഫൈൻ ഹോളോഗ്രാഫിക് ഗോൾഡ് ഗ്ലിറ്റർ ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ക്രിസ്റ്റലിൻ്റെ സൈഡിൽ ക്രിസ്റ്റൽ കവർ ചെയ്തിട്ട് തന്നെ ഗോൾഡ് പേസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിങ്കി ലാവൻഡർ പിഗ്മെൻറ്റ് പൗഡർ റെസിനിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ലൈനും കൂടെ കൊടുക്കുന്നുണ്ട് ഇവിടെ. തേർഡ് ഡേ ആണിത്. അപ്പോൾ ഒരുവിധം എല്ലാം ക്യൂറായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഡെപ്ത് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലൈൻസ് കൊടുക്കുകയാണ്. ഇവിടെ വൈറ്റ് പെർമനൻറ്റ് മാർക്കർ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടി വൈറ്റ് ലൈൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഹീറ്റ് ഗൺ യൂസ് ചെയ്തിട്ട് ടേപ്പ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ടേപ്പ് യൂസ് ചെയ്തുകൊണ്ട് നല്ല ക്ലീൻ അടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇതാണ് അതിൻ്റെ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ പെയിൻറ്റിങ് കാണാനോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. വേറെ വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ.